ഹലോ, വെൽക്കം ടു ലേണനോ. ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായിട്ട് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ജീവശാസ്ത്രത്തിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ. ഫസ്റ്റ്, ഇവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം? താഴെ തന്നിരിക്കുന്ന കോശങ്ങളിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം എന്നാണ് ചോദ്യം. കോൺ കോശങ്ങൾ, അണ്ഡം, നാഡീകോശം, ലിംഫോസൈറ്റ്. ഇതിൽ ഏതാ വരാം? കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും കണ്ണിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അല്ലേ. അതേപോലെ അണ്ഡം എന്ന് പറയുന്നത് ഒരു ഗ്യാമേറ്റ് ആണ്, അല്ലെങ്കിൽ സെക്സ് സെല്ലാണ്. എവിടെയുള്ളത്? സ്ത്രീകളിലുള്ളത്. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഒരു വെളുത്ത രക്താണുക്കളിൽ പെടുന്ന ഒന്നാണ് ലിംഫോസൈറ്റ്. നാഡീകോശം അഥവാ നെർവ് സെൽ എന്നൊക്കെ പറയുന്നത്, ന്യൂറോൺ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം എന്ന് പറയുന്നത് അല്ലെ. നാഡീകോശത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന നാഡീകോശം. ഈ രൂപത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നാഡീകോശം അഥവാ നെർവ് സെൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശരീരത്തിലെ വലിയ അവയവം ഏതാണെന്നാ ചോദിക്കുന്നത്. ത്വക്കാണോ, ലിംഫോസൈറ്റ് ആണോ, പീനിയൽ ഗ്രന്ഥി, കരള്? ഇതിൽ ഏതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്കാണ് കേട്ടോ. സ്കിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു വെളുത്ത രക്താണുക്കളിൽ ഉൾപ്പെടുന്ന വെളുത്ത രക്താണുക്കൾ പിന്നെയും കുറെ സബ് ഡിവിഷൻ ഉണ്ട്. എ ഗ്രാനുലോസൈറ്റ്, ഗ്രാനുലോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലൊരു 5 എണ്ണം ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. പീനിയൽ ഗ്രന്ഥിയും കരളൊക്കെ എന്താണ്? ഓരോ ഗ്രന്ഥികളാണ് അല്ലെ. അപ്പൊ ഒരു അവയവം ആണ് ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, കോശങ്ങളെ കുറിച്ചുള്ള പഠനം ഇവയിൽ ഏതാ? താഴത്തെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കോശത്തെ കുറിച്ച് പഠിക്കുന്ന അതേതാ? കോശത്തെ നമ്മൾ സെല്ലെന്ന് പറയും. ഓക്കെ, സെല്ല് സൈറ്റോളജി എന്ന് അങ്ങനെ പഠിക്കാം. സെല്ല് സൈറ്റോളജി. എംബ്രിയോളജി എന്ന് പറയുന്നത്, എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞാവുന്നതിന് തൊട്ട് ആ ഒരു സ്റ്റേജ് അല്ലേ. ഇവിടെ എംബ്രിയോ എന്നാണ് പിന്നെ കുഞ്ഞാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് എംബ്രിയോളജി എന്ന് പറയുമ്പോൾ. അതുപോലെ മയോളജി എന്ന് പറഞ്ഞാൽ, മയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ മസിൽസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്താ? മയോളജി. കോശത്തിനെ കുറിച്ച് പഠിക്കുന്നത് ഏതാ? അത് സൈറ്റോളജിയാണ്. സി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിയോളജി എന്നാണ് കേട്ടോ. മലയാളത്തിൽ അത് ഇങ്ങനെ ആയിപ്പോയതാണ്. ഫിസിയോളജിയാണ്. ഫിസിയോളജി എന്ന് പറയുന്ന സമയത്ത് ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? എന്താ കശേരു പറഞ്ഞാൽ? ഇത് നമ്മുടെ തലന്റെ ഇവിടെ കഴുത്ത്, ഇവിടെ നമ്മുടെ ഉടല്. ഈ കഴുത്തിൽ കാണുന്ന അസ്ഥികളാണ് ആരെന്ന് പറയുന്നത്? കശേരുക്കൾ എന്ന് പറയുന്നത്. നമ്മൾക്കും, അതായത് ഇത്രയും ചെറിയ കഴുത്തുള്ള മനുഷ്യനും അത്രയും വലിയ കഴുത്തുള്ള ജിറാഫിനും ഒരേ നമ്പർ ഓഫ് കശേരുക്കളാണ് ഉള്ളത്. അത് എത്രയാണ്? അത് 6, 7, 8, 10 7ആണ്. നമ്മുടെ കഴുത്തിലും ജിറാഫിന്റെ കഴുത്തിലുള്ള കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 7ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്ന ഹോർമോൺ ഇവയിൽ ഏതാണ്? ശ്രദ്ധിക്കണം, പഴുക്കുന്നതിനല്ല, പഴുക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിക്കണം. സസ്യങ്ങളിലെ ഹോർമോൺ ഉണ്ട്, മനുഷ്യന്മാരിലെ ഹോർമോൺ ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയിൽ പല ഫങ്ഷൻസും കോർഡിനേഷനും കൺട്രോളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ പല ഫങ്ഷൻസും ഇതിൻ്റെയൊക്കെ കൺട്രോളിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഹോർമോൺസ് സസ്യങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ അതിന് ഫൈറ്റോ ഹോർമോൺസ് എന്നാണ് പറയാം. അതിൽ പഴങ്ങൾ പഴുക്കാനും, നമ്മളിപ്പോൾ പഴങ്ങളൊക്കെ നന്നായി പഴുത്തു കഴിഞ്ഞാൽ അത് കൊഴിയാനും, അതിൽ പഴുക്കുന്നത് തടയാനും ഒക്കെ ഓരോ ഹോർമോൺസ് ഉണ്ട്. ഇതിൽ ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്ന ഹോർമോൺസ് ആരാണ്? അബ്സസിക് ആസിഡ്, ജിബെർലിൻ, എത്തിലിൻ, മീഥൈൻ. ഇതിൽ ജിബെർലിൻ ആണ് പഴുക്കുന്നത് തടയുന്നത് കേട്ടോ. എത്തിലിൻ എന്ന് പറയുന്നത് പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ജിബെർലിൻ ആണ്. അബ്സസിക് ആസിഡ്, അബ്സഷൻ പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്കുന്ന, അപ്പൊ ഇങ്ങനെ പഴുത്ത് കൊഴിയാൻ സഹായിക്കുന്നത് അബ്സസിക് ആസിഡ് ആണ് കേട്ടോ. ഈ അബ്സസിക് ആസിഡും എത്തിലിനും ഒക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ റൈപ്പനിങ്ങിനെ, അതായത് ഫലങ്ങൾ പഴുക്കുന്നതിലേക്ക് റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോൺസ് അവരാണ്. ഓക്കെ, അപ്പോൾ തടയുന്നത് ആരാണ്? അത് ജിബെർലിൻ ആണ്. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ശരീരത്തിന് വേണ്ടി വിറ്റാമിൻ എ, നമുക്കറിയാം ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ. അതിൽ വിറ്റാമിൻ എ, നമ്മുടെ കണ്ണിനൊക്കെ നല്ല വിറ്റാമിൻ എ ആണ്. അത് സംഭരിച്ചു വയ്ക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കണം. ആമാശയം, കരള്, ത്വക്ക്, പുംബീജം. പുംബീജം പറയുന്നത് നമ്മൾ സ്ത്രീകളിലെ അണ്ഡം പറയുന്ന പോലെ പുരുഷന്മാരിൽ ഉള്ള സെക്സ് സെല്ലാണ് എന്തെന്ന് പറയുന്നത്? പുംബീജം എന്ന് പറയുന്നത്.
ത്വക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. ഇതില് വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്നത് കരളിലാണ്. കരളിന്റെ പ്രത്യേകത എന്താ? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് എന്ത്? കരൾ. ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ത്വക്കും, ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ ആരാണ്? അത് കരളാണ്. കരളിലാണ് ഈ വിറ്റാമിൻ എ ഒക്കെ സംഭരിക്കുന്നത്. ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ പറയുന്ന കരളിന്. കരൾ ചെയ്യുന്ന ഒത്തിരി ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട് അല്ലേ? 7th ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് മനുഷ്യരിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി? ഫീമർ, സ്റ്റേപ്പ്, ചെറിയ അസ്ഥി കേട്ടോ. ഫീമർ, സ്റ്റേപ്പീസ്, ബീജം, പുംബീജം. ബീജം പുംബീജം എന്തായാലും അസ്ഥിയല്ല. സ്റ്റേപ്പീസും ഫീമറുമാണ്. ഫീമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയിലാണ് കേട്ടോ. തുടയിലെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്. ഏറ്റവും ചെറിയ അസ്ഥി ചെവിനകത്ത് കാണുന്ന ഒരു 3 അസ്ഥികളുണ്ട്, കുഞ്ഞു അസ്ഥികളുണ്ട് അല്ലെ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ സ്റ്റേപ്പിയസ് ആണ് എന്തെന്ന് പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്ന ഹോർമോൺ ഇവയിൽ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, അത് ജിബറിലാണ്. പഴുക്കാൻ സഹായിക്കുന്നത് ആരാണ്? പഴുക്കാൻ സഹായിക്കുന്നതാണെങ്കിൽ അത് എത്തിലിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, അബ്സിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊഴിയൽ എന്നർത്ഥം. അപ്പൊ ഏതാ? അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ. ബൈലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകം ഇവയിൽ ഏതാണ്? ബൈൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലിവർ ഇല്ലേ, കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം സൊല്യൂഷൻ ആണ്, ഒരു ദ്രാവകം എന്ന് പറയാം. അപ്പോൾ അതിൽ ആ ബൈലിന് മഞ്ഞ നിറം നൽകുന്നത് ഒരു ഘടകമാണ്. അത് കാരോട്ടിൻ ആണോ, ബിലിറൂബിൻ ആണോ, സാൽമോണല്ല ആണോ, മാംഗനീസ് ആണോ, ഏതാണ്? അതിൽ ബിലിറൂബിൻ ആണ് ഇതിന് മഞ്ഞ നിറം കൊടുക്കുന്നത്. നമ്മുടെ ബ്ലഡിന് മഞ്ഞ നിറം കൊടുക്കുന്നത് ആരാ? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? അതേപോലെ ഇലകളിലൊക്കെ പച്ച കളർ കാണുന്നുണ്ടല്ലേ? പച്ച കളർ ഇലകളിൽ ആ പച്ച കളർ കൊടുക്കുന്നത് ആരാ? അത് ക്ലോറോഫില്ലാണ്. ക്ലോറോഫില്ലിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ട്, മെഗ്നീഷ്യം ആണ് അത് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റലാണ് എന്തെന്ന് പറയുന്നത്? അയൺ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ മുമ്പ് PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.